ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. ഭീം ആർമിയുടെ നേതാവായ ചന്ദ്രശേഖർ ആസാദിനെ ഹോസ്പിറ്റലിൽ വെച്ച് നേരിൽ കണ്ട് ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിച്ച പ്രിയങ്ക ഗാന്ധിക്കെതിരെ മായാവതി പൊട്ടിത്തെറിച്ചിരുന്നു. അഖിലേഷ് യാദവും മായാവതിയും ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തോട് കൃത്യമായി പറഞ്ഞിരുന്നു. തങ്ങളുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയുമായി അനുഭാവം പുലർത്തുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചർച്ച നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ അഖിലേഷ് യാദവും മായാവതിയും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മായാവതി പൊട്ടിത്തെറിച്ചത്. ദളിത് നേതാക്കന്മാരെ ഒരു കാരണവശാലും നിങ്ങൾ സന്ദർശിക്കരുത് എന്നുള്ള അവകാശവാദവുമായിട്ടാണ് മായാവതി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ചന്ദ്രശേഖർ ആസാദിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഭീം ആർമിയുടെ നേതാക്കന്മാർ പറഞ്ഞത് അവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയ സംസാരങ്ങൾ അവിടെ നടന്നില്ല എന്നും പ്രിയങ്ക ഗാന്ധി ചന്ദ്രശേഖർ ആസാദിനെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാതെ കാറിൽ കയറി പോവുകയായിരുന്നു എന്നാണ് ഭീം ആർമിയുടെ നേതാക്കന്മാർ അന്ന് പറഞ്ഞത്. എന്നാൽ ചന്ദ്രശേഖർ ആസാദ് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി വന്നതിന് ശേഷം പറയുന്ന നിലപാടുകൾ മായാവതിയെ ചൊടിപ്പിക്കുന്നതായിരുന്നു. അതായത് ചന്ദ്രശേഖർ ആസാദ് ഇതിനു മുൻപൊക്കെ മായാവതി പ്രധാനമന്ത്രിയാകണമെന്ന് ഉറച്ച സ്വരത്തിൽ ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് പോയ ഒരാളാണ്. ഒരു നിമിഷം എന്റെ കയ്യിൽ അധികാരം തരുന്നുണ്ടെങ്കിൽ ഞാൻ മായാവതിയെ പ്രധാനമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ ആളായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. എന്നാൽ ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് പറയുന്നു ഞാനിപ്പോൾ കോൺഗ്രസിനൊപ്പമാണ് ഉള്ളതെന്ന്. ആദ്യഘട്ടത്തിൽ ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞിരുന്നു സംഘപരിവാറിനെ ഉത്തർപ്രദേശിൽ വളർത്തിയത് കോൺഗ്രസ് എന്നുള്ളത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരൽ ദളിതർക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഭീം ആർമിയുടെ നേതാവായ ചന്ദ്രശേഖർ ആസാദ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നത്. ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നതോ മായാവതിക്കാണ്. അതായത് മായാവതിയുടെ വോട്ട് ബാങ്കിൽ നിന്ന് വലിയ ഒരു ചോർച്ച സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറിച്ച് ഉത്തർപ്രദേശിൽ ശക്തമായ സീറ്റുകൾ നിലനിർത്താൻ 2009 സീറ്റുകൾ നിലനിർത്താൻ കോൺഗ്രസിനാവുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിന് അരികിൽ ഉണ്ടെങ്കിൽ പോലും മായാവതിയുടെ സീറ്റുകളിലേക്ക് എത്തി നോക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം ആദ്യഘട്ടത്തിൽ നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ മായാവതി തന്നെ കോൺഗ്രസിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നീക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും പ്രിയങ്ക ഗാന്ധിയും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സഹാറൻപൂരിലെ ശക്തനായ നേതാവാണ് ചന്ദ്രശേഖർ ആസാദ്. അതായത് അവിടെ സവർണ വിഭാഗവും ദളിതരും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. തുടർന്ന് ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദിന്റെ ഭീം ആർമിക്ക് ശക്തമായിട്ടുള്ള പിന്തുണ ദളിതർക്കിടയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. തുടർന്നാണ് മായാവതിയുടെ BSPയുമായി സഹകരിച്ച് ഭീം ആർമി മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. എല്ലാ ഘട്ടത്തിലും ഭീം ആർമി BSPയുമായി നിന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സന്ദർശനം കൊണ്ട് ചന്ദ്രശേഖർ ആസാദ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.